ഇസ്തിഗ്ഫാറിന് ഒരു സ്വഭാവമുണ്ട്. ഇസ്തിഗ്ഫാർ റിസ്ഖിനെ വലിച്ചുകൊണ്ടിരിക്കും. എന്തും വലിച്ചുകൊണ്ടിരിക്കും. ഏത് തടയപ്പെട്ട ദുന്യവ്യായ നിഅമത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇവിടെ വന്ന് നിൽക്കുന്ന വെള്ളം ഉണ്ടാവും, അങ്ങനെ വരമ്പിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മുതലാളി വന്നിട്ട് വിരലോണ്ട് തോണ്ടി കൊടുത്താൽ അടുത്ത കണ്ടത്തേക്ക് കിടക്കും. പക്ഷെ തോണ്ടി കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈ കണ്ടം ഉണങ്ങിപ്പോവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? വെള്ളം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ പാപ്പ വലിയ കർഷകനാണ്, വല്യാപ്പിയും കർഷകനാണ്, ഞാനും കർഷകനാണ്. അപ്പം എനിക്ക് ഈ കൃഷിയുടെ ഉപമകൾ ഇടക്കിടക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ വരും. കൃഷിയാണല്ലോ അടിസ്ഥാനം. കാന ആദമു ഹാരിസ, ആദം തന്നെ കർഷകനായിരുന്നു അലൈഹിസ്സലാം. വെള്ളം ഇങ്ങനെ വന്ന് പരമ്പിൻ്റെ അടുത്ത് നിൽക്കും. മുതലാളി നടന്നു പോകുമ്പോൾ ഒന്നിങ്ങനെ തോണ്ടിയാൽ മതി, എന്തായി നാട് കയറും. ഞാൻ തോണ്ടണം. നമ്മുടെ തെറ്റുകൾ നമുക്ക് എത്തിത്തരുന്ന നിഅമത്തുകൾ നമ്മളിലേക്ക് പ്രവേശിക്കാതെ ആ നിഅമത്ത് ഇവിടെ അങ്ങനെ മുട്ടി നിൽക്കും. അപ്പൊ നമ്മൾ ഒരു വിരലിട്ടൊന്ന് തോണ്ടലാണ് എന്ത്? ഇസ്തിഗ്ഫാർ. നേരെ നമ്മളെ കണ്ടത്തേക്ക് ആ വെള്ളം കയറും. ഇസ്തിഗ്ഫാർ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. ഇസ്തിഗ്ഫാർ ചെയ്താൽ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പുഴയിലും വെള്ളം ഉണ്ടാവും. പക്ഷെ പലരും ചെല്ലണം. നമ്മൾ 4 ആൾ മാത്രം ചെല്ലിയതുകൊണ്ട് ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഞങ്ങളൊന്നും വെള്ളം ചെല്ലിയാണ് വെള്ളം ഉണ്ടാക്കി മൂലയരാൻ. ഞാൻ വെള്ളം ഉണ്ടാക്കി തരാം, പക്ഷേ ആ മുഖ്യമന്ത്രി ഇരിക്കണ കസേര ഒരാഴ്ച എനിക്ക് വിട്ടുതരണം. അല്ലാതെ അവിടെ മൂപ്പര് ഇരിക്കാൻ ഞാൻ അവിടെ വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ 2 മൂന്ന് നടക്കില്ല. വെള്ളം ഉണ്ടോ? അതെന്താ മൂല്യം? ഞങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം. 40 കൊല്ലം മഴ പെയ്യാതെ കൂഫക്കാർ കുടുങ്ങി. എന്തേ പറഞ്ഞേ? നിങ്ങൾ ഇവിടെ അല്ലേ? എന്താ പറഞ്ഞേ? 40 കൊല്ലം മഴ പെയ്യാതെ കൂഫക്കാര് കുടുങ്ങി. അങ്ങനെ അവര് പാറ്റ കുടുങ്ങിയപ്പോ ഉണ്ടാവുമല്ലോ, കുടുങ്ങിയ പിന്നെ കുന്തം പോയാൽ കുടത്തിലും തരും എന്ന് പറഞ്ഞതുപോലെ അവസാനം ഏറ്റവും വെറുപ്പുള്ള ആളാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹിനോട് പോയി പറഞ്ഞു, നൂഹേ, സംഗതി ഇപ്പൊ നമ്മളൊക്കെ ശത്രുക്കളാണെങ്കിലും വെള്ളമില്ലാതെ കുടുങ്ങിയത് നിനക്കറിയാലോ. ഇപ്പൊ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസിങ് ഫോർമുല ഉണ്ടാക്കുക. നിന്റെ അടുത്ത് വെള്ളത്തിന് വല്ല കൗശലമുണ്ടോ എന്ന് ചോദിച്ചു. മഴ പെയ്യിപ്പിച്ച് നാട്ടിൽ വെള്ളം, പുഴയിലും വെള്ളമൊക്കെ വരാന് യൂഫ്രട്ടീസ്, കരകവിഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസിൽ ഒരു തുള്ളി വെള്ളമില്ല. ടൈഗ്രീസിൽ ഒരു തുള്ളി വെള്ളമില്ല. കൂഫയുടെ തൊട്ടടുത്തുള്ള പുഴയാണ് ഏത്? യൂഫ്രട്ടീസ്. ഞാൻ പലവട്ടം അത് കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ സഹായത്താൽ. വലിയ വെള്ളം, വലിയ പുഴയല്ലേ യൂഫ്രട്ടീസ്. ഒരു തുള്ളി വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല. കൂഫക്കാർ കുടുങ്ങി. അപ്പോൾ കൂഫക്കാർ അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു സയ്യിദുനാ നൂഹ്. നൂഹിനോട് അലൈഹിസ്സലാം പോയി പറഞ്ഞു, നൂഹ്, നിന്റെ കയ്യിൽ വല്ല കൂറുങ്കൗശലുണ്ടോ? മഴ പെയ്യിപ്പിക്കണ വല്ല കൂറുങ്കൗശലുണ്ടോ? നൂഹ് അലൈഹിസ്സലാം മഴ പെയ്യിപ്പിക്കണ കൂറുങ്കൗശലം പറ, എന്റെ കയ്യിലുണ്ട് സയ്യിദുനാ നൂഹ്. പുഴയിലും വെള്ളം ഉണ്ടാവും, കിണറ്റിലും വെള്ളം ഉണ്ടാവും, എവിടെയും വെള്ളം ഉണ്ടാവും, തോട്ടം ഉണ്ടാവും, പൈസ ഉണ്ടാവും, തൊടുകയുണ്ടാവും, തോപ്പുണ്ടാവും, പൈസ ഉണ്ടാവും, ഓക്കുണ്ടാവും. അതിന്റെ കൗശലൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് സയ്യിദുനാ നൂഹ്. അപ്പൊ അവര് കണ്ണും തല്ലെടുത്ത് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ ഇവന്റെ അടുത്ത് എന്റെ ഒരു കൗശലം ഉണ്ടാവും? ഉണ്ട്, എന്റെ കയ്യിൽ കൗശലം ഉണ്ടാണോ? അപ്പോൾ ചോദിച്ചു, ഫമാഹിയ, എന്താ കൗശലം? അപ്പോൾ പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, റബ്ബിനോട് നിങ്ങൾ ഇതുവരെ ചെയ്തൊക്കെ തെറ്റാണെന്നാണ് ഏറ്റവും പറഞ്ഞറിയാം. അപ്പോൾ അവര് നശിച്ചോനെ, ഞങ്ങൾ ചെയ്യണൊക്കെ തെറ്റാന്ന് പറയിപ്പിക്കേ, അത് നീ വേറെ ആളോക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ ചെയ്ത തെറ്റുകൾ റബ്ബിനോട് ഏറ്റു പറയുക. ഇന്നഹു കാന ഗഫാറാ, മാപ്പ് പറഞ്ഞാൽ പുറത്തു തരുന്നവനാണ് അവൻ. പുറത്തു കിട്ടിയാലോ ഇസ്തിഗ്ഫാർ കാര്യമായി ചെയ്താൽ ആകാശത്ത് ആവശ്യത്തിന് വെള്ളം വരും.
അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വരുന്ന നിഅമത്ത് തടഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനുള്ള തോണ്ടലാണ് എന്ത്? ഇസ്തിഗ്ഫാർ. തിരിച്ചു വരി. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടലിന്റെ മാസമാണ്. എങ്കിൽ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്താൽ കിണറ്റിലുണ്ടാവും. ഇസ്തിഗ്ഫാർ ചെയ്താൽ മഴ പെയ്യും. മഴ പെയ്താൽ അല്ലാഹു സഹായിക്കും നിങ്ങളെ. അംവാലിൻ, സമ്പത്ത് കൊണ്ട്, ബനീന, മക്കളെ കൊണ്ടും, വയജഅലക്കും ജന്നാത്തിൻ, എമ്പാടും തോട്ടങ്ങൾ ഉണ്ടാക്കി തരും മഴയിലൂടെ. വയജഅലക്കും അൻഹാറ, ഒരു യൂഫ്രട്ടീസ് മാത്രമല്ല, ഒരുപാട് പുഴകൾ അതുവഴി ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇതിനെല്ലാം എന്ത് ചെയ്താൽ മതി? ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. ഇന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അവർ പറഞ്ഞു അത് നടക്കൂല. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നോടൊരു കാര്യം വന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വെള്ളം തരാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ അതിൽ നിന്ന് മിദ്റാർ തൽക്കാലം എടുത്തു കളയും. ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ മിദ്റാറിൽ തന്നെ ചെയ്യുമായിരുന്നു. ഇസ്തിഗ്ഫാർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ മിദ്റാർ എടുത്തു കളഞ്ഞു. മിദ്റാർ എന്നാൽ ആവശ്യാനുസാരമുള്ള വെള്ളം. ഇസ്തിഗ്ഫാർ ചെയ്യാത്തത് കൊണ്ടോ വെള്ളാണ്ട് വന്ന് ആ വെള്ളത്തിൽ കിടന്ന് അവരാണ് എത്തണ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആകെ വെള്ളം വന്നാ പിന്നെ പുഴ ഉണ്ടാവൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പുഴ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ പരിധി വിട്ട് വെള്ളം വരൂല എന്നാണ്. ഒന്നിന്റെ കൂടെ വരും കവനൂർക്കാരെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. പുഴ ഉണ്ടാക്കി തരാം എന്നാ അള്ളാഹ് പറഞ്ഞു. പുഴ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവും? പുഴ ഉണ്ടാകണമെങ്കിൽ ആകെ വെള്ളം മൂടൂല. തൂഫാനിൽ പിന്നെ എന്തില്ല? പുഴ ഉണ്ടാവൂലല്ലോ, ആകെ പുഴയല്ലേ. പിന്നെന്ത് പുഴ? കരണ്ടെങ്കിലല്ലേ പുഴയുള്ളൂ. അപ്പോൾ അടിമക്ക് തടയപ്പെട്ടിരിക്കുന്ന നിഅമത്തിനെ ഒന്ന് കൈ കൊണ്ട് തോണ്ടാനുള്ള വഴിയാണ് എന്ത്? അങ്ങനെ വന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ, ചിലപ്പോൾ കച്ചവട സ്ഥാപനത്തിലും പൈസ കൂടും. അത് വെറുതെ ആമീൻ പറയലുകൊണ്ട് മാത്രം കൂടിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ എന്ന ആമീൻ പറിച്ചുകൊണ്ട് മാത്രം കൂടിക്കൊള്ളണം എന്നില്ല. കൂടൂല എന്നല്ല, അങ്ങനെ കൂടിക്കൊള്ളണമെന്നില്ല. കൂടൂല എന്നുമല്ല. പക്ഷെ ഒരു വിഷയമുണ്ട്, ഇസ്തിഗ്ഫാറിനൊരു വിഷയമുണ്ട്. തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. അപ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടത് റമളാനിലല്ല, റജബിലാണ്. റമളാൻ വരുമ്പോൾ മാറാനല്ല, റമളാൻ വരുമ്പോൾ മാറലല്ല, റജബിൽ തന്നെ മാറും. തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഖേദിക്കണം റജബിൽ തന്നെ. ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കണം റജബിൽ തന്നെ. അപ്പോൾ അടിമക്ക് ഉടമയെ കിട്ടി, ഉടമക്ക് അടിമയെയും കിട്ടി. അടിമ ഉടമക്കാരന്റെ സ്വന്തമായി, ഉടമക്ക് സംശുദ്ധനായ അടിമ തിരിച്ചു വന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ശുദ്ധനായ അടിമയെ ഉടമക്ക് കിട്ടി. അടിമക്ക് തന്റെ ഉടമക്കാരൻ സ്വന്തമായി കിട്ടി. അതിന് മാർഗ്ഗ ഇസ്തിഗ്ഫാർ. അപ്പോൾ റജബുൻ ശഹ്റുല്ലാഹ്, അടിമ ഉടമക്കാരനെ സ്വന്തമാക്കുന്ന മാസമാണ് റജബ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വെറും അസ്തഗ്ഫിറുല്ലാഹ് അൽ-അളീം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ നമ്മുടെ ഫയൽ പരിശോധിക്കണം. ആ ഫയലിലുള്ള തെറ്റുകൾ റമളാൻ മാസം ആവണ്ട, റജബിൽ തന്നെ തടഞ്ഞൊഴിവാക്കിയിട്ട് അത് ഒഴിവാക്കിയ പൂർണ്ണമായി അത് ഒഴിവാക്കിയിട്ട് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. നമ്മളെ ഫയൽ പരിശോധിക്കുക. എന്താണ് നമ്മളെ ഫയൽ? പഴയ ഫയൽ പോലും അല്ല. ചിന്തിക്ക്. ഒരാളോട് ഒരു ഗീബത്ത് പറഞ്ഞാൽ ഒരാളോട് ഗീബത്ത് പറഞ്ഞ കുറ്റമുണ്ടായി. 1000 ആളോട് ഗീബത്ത് പറഞ്ഞാൽ 1000 ആളോട് ഗീബത്ത് പറഞ്ഞ കുറ്റമായി. ഒരു ഫിത്തന ഉണ്ടാക്കിയാൽ ഒരാളോടൊരു ഫിത്തന ഉണ്ടാക്കിയാൽ ഒരാളോട് ഫിത്തന ഉണ്ടാക്കിയ കൂലിന്റെ കുറ്റുണ്ടായി. 1000 ആളോട് ഫിത്തന ഉണ്ടാക്കിയാൽ 1000 ആളുകൾ 1000 ഇരട്ടി കുറ്റമായി. ഇന്നോ
ഇന്ന് ഒരാളോടൊന്നും ആരും ഒരു വിത്തനം ഉണ്ടാക്കൂല. ഇന്ന് ഒരു സെക്കൻഡ് കൊണ്ട് 10 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് വിത്തനം ഉണ്ടാക്കുക. അതിങ്ങനെ മുടിച്ചു വിട്ടാൽ മതി. നിങ്ങളിവിടെ ഉണ്ടോ ആവും? നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങൾ ആദ്യം ആ സാധനം ചവിട്ടി കൂട്ടി വലിച്ചെറിയണം. ഏത് മാസം പറയും മനുഷ്യന്മാർ? ഏത് മാസം? അതാ ജബല്. ഇല്ലാതെ നമ്മൾ റമദാനിലേക്കാണ് പോയാൽ, അതിലെ മുസീബത്തുകൾ ഒഴിവാക്കാതെ നമ്മൾ റമദാനിലേക്ക് പോയാൽ നമുക്ക് കൊയ നടക്കും. കൊയ എന്നാണ് പരിപാടി ഉണ്ട്, മനസ്സിലായില്ല? ഉച്ചക്ക് തിന്നാതെ വൈകുന്നേരം പത്തിരി ചീന്തിയിട്ട് കുഴച്ച് തിന്ന, അതിനാണ് കൊയ എന്ന് പറയാ. നമ്മളെ റമദാൻ കൊയ റമദാനാവും. നിങ്ങളിവിടെ ഉണ്ടോ പറയും മനുഷ്യന്മാരെ? കൊയ റമദാൻ, അങ്ങനെ റമദാൻ ഉണ്ട്, കൊയ റമദാൻ. നമ്മളെ റമദാൻ കൊയ റമദാൻ. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ് ഒരാളോട് ഫിത്ന ഉണ്ടാക്കൽ. ഇത് ഒരാളോടും ഫിത്ന ഉണ്ടാക്കല്ല, ഒരു സെക്കൻഡ് കൊണ്ട് 10 ലക്ഷം ആളോട് ഫിത്ന ഉണ്ടാക്കും. എന്തല്ലേ സുബ്ഹാനല്ലാഹ്. അതാണ് ഇന്ന് മനുഷ്യന്മാർക്ക് കൊയ്ത്തുകാലാണ്, നരകത്തിന്റെ കൊയ്ത്തുകാലാണ്. അതാ ഞാൻ പറഞ്ഞേ, നരകത്തിന്റെ കൊയ്ത്തുകാലാണ് ഇപ്പൊ നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയാണ് പെരുംകൊയ്ത്താണ്. പിന്നെയും കുറച്ച് മേലത്തെ തട്ടിലായിരിക്കും ഫിറഔനൊക്കെ. കാരണം ഫിറഔൻ ഒരിക്കലും വാട്സപ്പിൽ ഒരു ഫിത്ന ഉണ്ടാക്കിയിട്ടില്ല. ഭയങ്കര ഫിത്ന. ഫിത്ന എന്ന് പറഞ്ഞാൽ ഫിത്ന അല്ലാതെ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഫിത്ന അല്ലാത്ത ഒരു പരിപാടിയില്ല. ഇബ്ലീസിനെക്കാളും വലിയ ഫിത്നയിലാണ് ഇപ്പൊ ആളുകൾ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലെ ഒരുത്തന്നെ, ഒരു റഫീഖ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ ഹജ്ജിന് പോയപ്പോ ഓന്റെ ചെങ്ങാതി ഇസ്മായിൽ തമാശക്കാരനാണ്. റഫീഖ് എന്ന ഒരുത്തന്നെ ഹജ്ജിന് പോയപ്പോ പിന്നെ അവന്റെ ചെങ്ങാതി ഇസ്മായിൽ പറഞ്ഞ്, അല്ല റഫീഖ്, എനിക്ക് ഏതായാലും ഏറ് ലാഭം കിട്ടുന്ന. എന്തിനു ഏറിന്റെ ആവശ്യം നിനക്കില്ലല്ലോ. ഇയ്യൊന്നും എറിഞ്ഞാൽ ഇബ്ലീസിന് അത് ഇഷ്ടപ്പെടൂല. ഇബ്ലീസ് ഇയ്യ എറിയാണെങ്കിൽ പറയും, എന്റെ റഫീഖ്, ഈ മനുഷ്യന്മാര് മുഴുവനും എന്നെ എറിഞ്ഞതിൽ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, ഇയ്യെന്നെ എറിഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നെക്കാളും വലിയ തമാശക്കാരനാ. തമാശ പറഞ്ഞതാ ഇത്. ഇസ്മായിൽ റഫീഖിനോട് ഹജ്ജിന് പോയപ്പോ പറഞ്ഞൊരു തമാശ. എന്നതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിത്നയും ഫിറഔൻ പോലും ഉണ്ടാക്കിയിട്ടില്ല. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ നിയന്ത്രിച്ചോളി. ഇത് ഭയങ്കര അപകടത്തിലേക്കാണ് പോണത്. നാവ് കൊണ്ട് ഫിത്ന, കൈ കൊണ്ട് ഫിത്ന. മനുഷ്യനെ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഭയാനകമാണ്. അത് ചെറുതൊന്നുമല്ല എന്ന് എല്ലാവരും അതിന്റെ പിന്നിൽ കൂടുകയാണ് മനുഷ്യന്മാർ. അത് ദീനിന്റെ പേര്, അള്ളാന്റെ പേര് പറയാ ഫിത്ന ഉണ്ടാക്കുക. കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ് ഫിത്ന ഉണ്ടാക്കൽ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈമാനൊക്കെ തെറ്റിക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. പലരും ഭാഗമാക്കുക. അതിനൊക്കെ മാറിക്കോള കേട്ടോ. അതിനൊക്കെ മാറുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനവന്റെ നിത്യജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങളെ ശ്രദ്ധിക്കണം. അബദ്ധം എന്ന് പറഞ്ഞാൽ വെറും ഗീബത്ത് മാത്രമൊന്നുമല്ല. ഈ നങ്ങാടിയിൽ ഒരു ബസ്സുമായി ഒരാളുടെ മോട്ടോർ സൈക്കിൾ കൂട്ടിമുട്ടി അയാൾ അവിടെ വീണമെന്ന് സങ്കല്പിക്കേ. കാവനൂർ അങ്ങാടിയിൽ ഒരു മോട്ടോർ സൈക്കിളും ബസ്സും കൂട്ടിമുട്ടി എന്ന് സങ്കല്പിക്കുക. പിന്നെന്താ അടുത്ത പരിപാടി? പിന്നെ അവിടെ ഓടിക്കൂടുന്ന ആളുകൾ മുഴുവനും അവിടെ ഓടുന്നതിനിടയിൽ പോക്കറ്റിൽ മൊബൈലാണ് നോക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കിടക്കുന്ന മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനേക്കാൾ അതിനൊന്നോ രണ്ടോ പൊട്ടന്മാരുണ്ടെങ്കിൽ ഉണ്ടാകും. ബാക്കിയുള്ളവരെ പണി എന്താ? ആ നേരത്തെ മുഴുവൻ എന്ത് ചെയ്യും? അതെങ്ങനെങ്കിലും മൊബൈലിൽ പകർത്തും. ചോരവാർന്ന് മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ചിത്രം മൊബൈലിൽ എടുക്കുക. എന്നിട്ട് ആ സെക്കൻഡിൽ ലക്ഷക്കണക്കായ ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്താ ഖൈറ്?
ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കോലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ആണും പെണ്ണും മനുഷ്യന്മാരെ ഇത് ഭയാനകമായ ഫിത്നയാണിത്. ഇത് ഭയാനകമായ ഫിത്നയാണ്. ഈ ഫിത്ന കൊണ്ട് എന്തൊക്കെയാ ഉണ്ടായത്? അതുകൊണ്ട് മനുഷ്യന്മാരെ ഇടവും ബലവും ഫിത്നയാണ്, മുന്നിലും പിന്നിലും ഫിത്നയാണ്. രാവിലെ എണീറ്റാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ اللهم اجعل امامي نورا ومن ورائي نورا وعن يميني نورا وعن شمالي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. മുഹമ്മദ് മുസ്തഫ രാവിലെ എണീറ്റാൽ ആദ്യം ദുആർക്കുന്ന ദുആകളിൽപ്പെട്ടതാണ് ഈ ദുആ. അല്ലാഹുവേ, എന്റെ ഇതാ ഇന്നൊരു പുതിയ പ്രഭാതത്തിലേക്ക് ഞാൻ ഉണർന്നിരിക്കുന്നു. എന്റെ മുന്നിൽ ഇന്ന് പ്രകാശം നിർത്തണമേ. എന്റെ പിന്നിലും പ്രകാശം നൽകണമേ. എന്റെ വലഭാഗത്തും പ്രകാശം നൽകണമേ. എന്റെ ഇടഭാഗത്തും പ്രകാശം നൽകണമേ. എന്റെ തലക്ക് മുകളിൽ പ്രകാശം നൽകണമേ. എന്റെ താഴ്ഭാഗത്തിലൂടെ പ്രകാശം വരണമേ. വജഅൽനീ നൂറ, ഒരു പ്രത്യേക പ്രകാശം എനിക്ക് നൽകണമേ. വജഅൽനീ നൂറ, എന്നെ തന്നെ നീ പ്രകാശമാക്കണമേ. സുബ്ഹാനല്ലാഹ്. അതൊരു വലിയ വർത്താനാണ്. അത് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ടോ 10 വാക്കുകൊണ്ടോ പറഞ്ഞാൽ തീരൂല്ല. അതൊന്ന് ഇരുന്ന് പറയേണ്ടതാണ്. അത് കുറച്ച് പറയാനുണ്ട് ആ ഹദീസിൽ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നൂറ് എന്നത് മിൻ സിഫാത്തില്ലാഹ്. ഒരർത്ഥം അല്ലാഹു മലക്കിനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്ത് എന്ത് നൂറ്. നൂറിന്റെ സൃഷ്ടികളാണ് ആര്? മലക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹിന്റെ മുന്നിലും നൂറുണ്ടാവണേ, എന്റെ പിന്നിൽ നൂറുണ്ടാവണേ, എന്റെ വലഭാഗത്തും എന്റെ ഇടഭാഗത്തൊക്കെ ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊട്ടക്റ്റഡായ ആളാകണമേ എന്ന് 1400 കൊല്ലം മുമ്പ് മുത്തുനബി പറഞ്ഞിരുന്നെങ്കിൽ ഈ ആഖിർ സമാനിൽ എത്ര പറയണം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? രാവിലെ എണീറ്റാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ, എന്റെ പല ഭാഗത്തും എന്റെ മുന്നിൽ പ്രകാശം നൽകണമേ, എന്റെ പിന്നിൽ പ്രകാശം നൽകണമേ. വഅൻ യമീനി നൂറാ വഅൻ ശിമാലി നൂറാ വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ വജഅൽനീ നൂറാ വജഅൽനീ നൂറാ. എന്റെ മുന്നിൽ പ്രകാശം നൽകണമേ, എന്റെ പിന്നിൽ പ്രകാശം നൽകണമേ, എന്റെ വലഭാഗത്ത് പ്രകാശം നൽകണമേ, ഇടഭാഗത്ത് പ്രകാശം നൽകണമേ, എന്റെ തലക്ക് മുകളിലൂടെ പ്രകാശം ഉണ്ടാകണമേ, എന്റെ താഴ്ഭാഗത്തൂടെ പ്രകാശം ഉണ്ടാകണമേ. എനിക്കൊരു പ്രത്യേക പ്രകാശം നൽകണമേ. എന്നെ തന്നെ നീ പ്രകാശമാക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, യാ അല്ലാഹ്, എന്തൊരു വാക്കാണിത്! യാ അല്ലാഹ്, എന്തൊരു വാക്കാണിത്! മുത്തറസൂൽ തങ്ങളാണ് അങ്ങനെ ദുആ ചെയ്യാറുള്ളതെങ്കിൽ ഇരുട്ട് കുത്തിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നാം പ്രൊട്ടക്ഷന് വേണ്ടി ഓടണം. മനുഷ്യന്മാരെ വളരെ ചിന്തിക്കണം. നിസ്കരിച്ചു അഭിമാനിക്കേണ്ട. 1000 ളുഹർ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലി കൊടുത്താലും തീരാത്തത്ര കുറ്റം ഒരു ളുഹർ നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെ ഇടയിൽ ചെയ്യും. ഒരു അസ്ർ നിസ്കരിച്ചത് കൊണ്ട് കൂലി ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 1000 അസ്ർ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി കൊടുത്താലും തീരാത്തത്ര കുറ്റമുണ്ടാക്കി വെക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തെക്കാൾ ഭയാനകം ഫിത്നയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവനവന്റെ ഫയൽ അവനവൻ പരിശോധിക്കുക. ഓരോരുത്തരും അവനവന്റെ ഫയൽ പരിശോധിച്ചാൽ ആവശ്യമില്ലാത്തതിനൊന്നും പെണ്ണുങ്ങൾ അതിന്റെ പിന്നാലെ കൂടേണ്ട. ഒരു ഖൈറുമില്ല. അവിടെ പെണ്ണ് പോയി, ഇവിടെ പെണ്ണ് ഓടി, അത് പെണ്ണ് ചാടി എന്ന് കേൾക്കാത്ത ഒരു ദിവസം ഇല്ല തന്നെ. ഞാൻ ഇന്നലെ കേട്ടിട്ടുണ്ട്, ഇന്നും കേട്ടിട്ടുണ്ട്. പടച്ചോനെ, അല്ലാഹുവേ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. എന്തൊരു കാലം വന്നു പോയി റബ്ബേ, എന്തൊരു ആപത്ത് വന്നു പോയി. ഞാനത് വിശദീകരിക്കുന്നത് ഒരു ഖൈറല്ലല്ലോ. അതിൽ എനിക്കും ഇഷ്ടമല്ല, നിങ്ങൾക്കും ഖൈറില്ല. ചീത്ത നമ്മൾ എന്തിനാ വെറുതെ വിശദീകരിക്കുന്നത്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ സത്യം ഞാൻ ഈ പറഞ്ഞത്, ഇത് ഞാൻ കേൾക്കാത്ത ദിവസം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്,
ഇന്നും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തതിനൊക്കെ കാരണം എന്തെന്നെ പറയ എന്തെന്നെ ഈ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ തിന്മകൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു ആപത്താണ്. അപ്പൊ അതിനൊക്കെ സഹോദരിമാരെ, റമളാനാണ് വരാൻ പോണത്, ഒന്ന് മാറിക്കോളൂ, അതിനൊക്കെ മാറുക. അത്തരം കാര്യത്തിലൊന്നും ഇടപെടണ്ട. അതിലൊന്നും ഖൈറില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി നിൽക്കുക. നമ്മൾക്ക് പണി ഉണ്ടായാൽ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ നേരം ഉണ്ടാവില്ല. ഉദാഹരണം 100 ആയത്തെങ്കിലും ഓതിയിട്ടില്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടാവില്ല. 100 ആയത്ത് ഓതിയ ആള് അന്നത്തെ ലിസ്റ്റിൽ മുനാഫിഖ് ഖൗലാണ് മലക്കൾ റെക്കോർഡിൽ എഴുതി വെക്കും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ, തിരിഞ്ഞിട്ടില്ല. ഒരു ദിവസം റെക്കോർഡിൽ നമ്മൾ മുനാഫിഖ് ആകാതെ റെക്കോർഡ് കയറണമെങ്കിൽ എത്ര ആയത്തോതണം? 100 ആയത്തോതണം. നമ്മൾക്ക് നമ്മളെ പണിയുണ്ട്, അതിന്റെ പുറമെ ചെയ്യേണ്ട അമല. ഏറ്റവും ചുരുങ്ങിയത് 100 അസ്തഗ്ഫിറുല്ലാഹ് എല്ലാം. പിന്നെ രാവിലെയും വൈകുന്നേരം യാസീൻ ഓടണം. രാവിലത്തെ യാസീൻ വൈകുന്നേരം വരെയാണ്, വൈകുന്നേരം വരെ യാസീൻ അടുത്ത രാവിലെ വരെയാണ്. പിന്നെ എന്തിനും കസ്റത്തുൽ ഫാത്തിഹ. ഒരു അബദ് അനങ്ങിയാൽ ഫാത്തിഹ ഓതണം. ഒരു അമല് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതണം. കാരണം പ്രാരംഭമാണ് എന്ത് ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇപ്പൊ ഞാൻ അവിടുന്ന് ഒരു വീട്ടിൽ ഭക്ഷണം തന്നു. അപ്പൊ അവിടേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതണം. കാരണം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖ അലിഹ ഇബ്ലീസ്. ആ സൂറത്ത് ഇറങ്ങിയപ്പോ ഇബ്ലീസ് കരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഹിഫ്ളാണ് എന്ത് ഫാത്തിഹ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഫാത്തിഹ ഓതണം. ഒരു പെണ്ണിന് ഒരു ദിവസം അടുക്കളയിൽ എത്ര കാര്യം ചെയ്യാം, അതിനാണ്ട് എത്ര ഫാത്തിഹകൾ ഓതിയാൽ ആ അടുക്കള എങ്ങനെയാണ് ഈ പെണ്ണെ ദരിദ്രമാവുക? കാരണം ഖൈറിന്റെ വാതിലാണ് എന്ത് ഫാത്തിഹ. എത്ര ഫാത്തിഹ ഒരു പെണ്ണൊരു ദിവസം ഓതണം? അലക്കാനൊരുങ്ങ, അതൊരു വിഷയമാണ്. അതിലൊരു ഖൈറുണ്ട്. എന്താ ഖൈറ്? പുതിയാപ്പിളക്ക് അത് ഇഷ്ടാവുക. ഒരൊറ്റ അരക്കൽമൽ മതിയാവും ഒരു വഴക്കുണ്ടാവാൻ. എന്തുണ്ടാവില്ലേ? പറയും മനുഷ്യന്മാരെ, അതിലൊരു ഖൈറുണ്ടാവണല്ലോ. ഒരു ഖൈറുണ്ടാവണം. ഖൈറിൽ നമ്മളതല്ല, അള്ളാഹു അത് അങ്ങനെ ആക്കിത്തരണം. അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. എന്തിനും ഒരു ഭക്ഷണം വെച്ചോ, ഭക്ഷണം വെക്കാൻ ഒരുങ്ങിയപ്പോ അത് അവൾക്കും ആ വീട്ടിൽ ആ ഭക്ഷണം കഴിക്കുന്നവർക്കും അത് ഖൈറായി തീരണം. നമ്മൾ അറിയാതെ എന്തെങ്കിലും അതിൽ വീണിട്ട് അത് മതിയാവും മരിക്കാൻ. 7 ആളുകൾ ഒരു വീട്ടിലെ 7 ആളുകൾ ഒരു ഭക്ഷണത്തിൽ വന്ന വിഷം കാരണം എൻ്റെ നാട്ടിൽ ഒരു 10-20 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ച് മുമ്പാണ് സംഭവം. ഒരു പ്രമാദമായ സംഭവം. എന്താ കാരണം എന്നും അറിയില്ല. എന്താണ് കാരണം എന്ന്. അതിൽ സിദ്ദീഖ് എന്നൊരാളുണ്ടായിരുന്നു, നമ്മുടെ ഒരു സുന്നി പ്രവർത്തകനാണ്, നല്ലൊരുത്തനായിരുന്നു. അവനും മരിച്ചു, മക്കളും മരിച്ചു, ഒക്കെ മരിച്ചു. എന്താ കാരണം അറിയൂല. ഭക്ഷണത്തിൽ വിഷം കയറിയതാണ് ഒരഭിപ്രായം. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലായില്ലേ? ഒരു പെണ്ണൊരു ഭക്ഷണം അടുപ്പത്തേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫാത്തിഹ. ഇങ്ങനെ ഇത്തരം അമലുകളില്ലേ? ആ പെണ്ണ് ആ വീട്ടിൽ പ്രകാശമല്ലേ? അവിടെ ആ വീട്ടിലുണ്ടെങ്കിൽ അവിടെ മലക്കളുണ്ടാവില്ലേ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ആ പെണ്ണ പൊരലുണ്ടായ ആ വീട്ടിൽ മലക്കളില്ലേ? അവിടെ ഒരു കാര്യം നടക്കുമ്പോ മലക്കളുടെ സാന്നിധ്യല്ലേ? മാളികയുടെ മുകളിൽ നിന്ന് നേരെ കോണിയിലൂടെ കുട്ടി അങ്ങോട്ട് വീണു, പിന്നെ ഉരുണ്ട് മരിഞ്ഞു, പിന്നെ കുട്ടി അങ്ങോട്ട് വീണു, പിന്നെ കോണിക്കൈയിലൂടെ കുട്ടി അങ്ങോട്ട് തെറിച്ച് താഴ്ച ഒരൊറ്റ വീഴല്. പിന്നെ കുട്ടി ഇപ്പൊ കഴിഞ്ഞു, ജീവൻ പോയി എന്നാ വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ കുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കണ കാണുന്നത്. അത് ഉമ്മാക്ക് അപ്പൊ മോഹാലിസപ്പെട്ട് വീഴുന്ന അവസ്ഥയിലാ. ഉമ്മക്ക് എന്താ നടന്നതെന്ന് പോലും മനസ്സിലായില്ല. കുട്ടി പിന്നെ ചിരിക്കുക. എന്നാലും ആശുപത്രി കൊണ്ടുപോയി നോക്കി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പറ്റില്ല. എന്ത്? അജ്നിഹത്തിൽ മലായിക, മലക്കൾ ചിറക് കൊടുത്തിട്ടുണ്ട് അവിടെ. ആ പൊരയിൽ ആരുണ്ട്? പറയാ കുട്ടി, ആരുണ്ട്? മലക്കുകളുണ്ട്. അത് ചിറക് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. വീണ നമ്മൾ കാണുന്നുള്ളൂ, കുട്ടി വീണിട്ടേ ഇല്ല. കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ തള്ളിയിട്ട് പോലും ഒന്നും പറ്റിയില്ലല്ലോ. എന്ത്? സയ്യിദുനാ ജിബ്രീൽ ചിറകിലാ താങ്ങിയത്. ആര്? യൂസുഫിനെ അലൈഹിസ്സലാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സയ്യിദുനാ യൂസുഫിനെ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചിറകിൽ താങ്ങി ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അത് നമ്മളെ പരിയിൽ നടക്കും. ഒരു പെണ്ണിന് ദിവസം എത്ര പണിയുണ്ട്. ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥന് എന്തൊക്കെ ഫയലുണ്ട്. ഫാത്തിഹ ഓതിക്കൂടെ? അധാന ഫയലാണെങ്കിലും അയാൾക്കതിൽ ഖൈറുണ്ടാവും. ഒരു പ്രാരംഭ പ്രാർത്ഥനയല്ലേ എല്ലാം. ഒരു കച്ചവടം ചെയ്യുന്നവർ, ഒരു മസാല കച്ചവടം, ഒരു ഹോട്ടൽക്കാരൻ, എന്തിനും ഒരു
ആയിരത്തിലൊരു ഫാത്തിഹ. ഒരു പൊതുപ്രവർത്തകൻ ഒരു ദിവസം എത്ര സ്റ്റേജിൽ കയറണം, എത്ര വേദി കയറണം, എത്ര യോഗത്തിൽ പങ്കെടുക്കണം, എന്തിനും ഫാത്തിഹ. അപ്പൊ വെറുതെ നേരല്ലേ ഇവന് നേരം കളയാൻ. അതിന്റെ പുറത്ത് ഒന്ന് ചെയ്തെടുക്കണം അമൽ വേറുണ്ട്, 1000 സ്വലാത്തില്ലണം. പിന്നെ ഇസ്തിഗ്ഫാർ രാവിലെ 100, വൈകുന്നേരം 100. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൽ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബു. എല്ലാ ഹമ്മിൽ നിന്നും ടെൻഷനിൽ നിന്നും അള്ളാഹു അയാൾക്ക് തുറന്നിട്ട് കൊടുക്കും, ടെൻഷൻ ഒഴിവാക്കി കൊടുക്കും. ഒരു കുടുക്കിലും പെടാതെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കും. അവൻ അറിയാത്ത മാർഗത്തിൽ അള്ളാഹു അവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നിർത്തി പറയുന്നില്ല, ചിന്തിക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഒരു പണിക്കണമെങ്കിൽ നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യാനില്ലേ, ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു വാഗ്ദാനം പറഞ്ഞാൽ തന്നെ അതിനൊരു പരിധി വെച്ച് സംസാരിക്കുക. ഒരാളോട് സംസാരിക്കുകയാണ്, അവനതിന് പരിധിയുണ്ട്. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ നീട്ടി പറയണ്ട. ഒരു ഫോൺ ചെയ്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട. ഇപ്പൊ ഹജ്ജിന്റെ മുമ്പ് റമളാനാണല്ലോ. ഹജ്ജിൽ പ്രവേശിച്ചാൽ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അനാവശ്യം പാടില്ല, അശ്ലീലം പാടില്ല, ഒന്നും പാടില്ല എന്നാണ്. ഇതൊരു അമലല്ലേ? അനാവശ്യം പറഞ്ഞ ആൾ നോമ്പ് നോറ്റപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്യരുടെ രക്തം കൊണ്ടാണ് അവർ നോമ്പനുഷ്ഠിച്ചത് എന്ന് മുത്തുനബി പറഞ്ഞില്ലേ? ഗീബത്ത് പറഞ്ഞ പെണ്ണ്, നോമ്പുകാരി പെണ്ണിനെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താളികയിലേക്ക് ഛർദ്ദിച്ചപ്പോൾ അവൾ കട്ടക്കട്ടയായ ചോര ഛർദ്ദിച്ചില്ലേ? ആരാന്റെ ചോര? അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഞാനിത് നീട്ടി പറയുന്നില്ല, ഞാൻ വാക്കുകൾ ചുരുക്കാണ്. അടിമ ചെയ്യേണ്ടത് എന്താ? ഇത് ബഹുമാനപ്പെട്ട റജബ് മാസമാണ്. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ സ്വന്തമാക്കുന്ന മാസമാണ്. അതിന്റെ അവനവന്റെ കുറ്റത്തെ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കുറ്റത്തെ തിരുത്താൻ ശ്രമിക്കുക. അതിന് ആഴത്തിൽ പോകുക. എന്തൊക്കെ നമ്മളെ കയ്യിൽ ദിനേന വരുന്ന കുറ്റങ്ങൾ പലതും പലതായിരിക്കും. ആ കുറ്റങ്ങളിൽ നിന്നൊക്കെ ആണിന്റെ കുറ്റം, പെണ്ണിന്റെ കുറ്റം, അതൊക്കെ അവനവൻ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കുറ്റത്തിനാണ് യഖലാനി ദംബി, ആ കുറ്റത്തിൽ നിന്ന് അവൻ പൂർണ്ണമായി വിടുതൽ തേടണം, ഒഴിവാവും. പിന്നെ അമൽ ചെയ്ത് ഒന്ന് ശീലിക്കുക, ഖുർആൻ ഓതി ശീലിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റമളാനാണ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശ്രദ്ധിക്കുക, ഒരു ഒഴിവുള്ള നേരമാണ്. ഒരാൾ ഒരു വീട്ടിൽ ഒരു 4-5 വീടുകളെ കൂട്ടത്തിൽ ഒരു വീട്ടിൽ ഒരു നല്ലോണം ഓത്തറിയുന്നൊരു പെണ്ണുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു നല്ല ഓത്തറിയുന്നൊരു പെണ്ണുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ഒരു 10 വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അവളും അങ്ങോട്ടൊന്ന് ഓതി കൊടുക്കുക, ഇങ്ങോട്ടൊന്ന് ഒന്ന് തെറ്റും ശരിയും നോക്കുക. റമളാനല്ലേ വരുന്നത്, ഒന്ന് ശരിയാക്കിയെടുക്കുക. അല്ലെങ്കിൽ അന്വേഷിച്ചാൽ നല്ല പെണ്ണുങ്ങൾക്ക് ഓത്ത് പഠിപ്പിക്കാൻ പറ്റിയ നല്ല പെണ്ണുങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അതിനൊരു 10 റുപ്യ കൊടുത്താൽ എന്താ? നല്ലൊരു കാര്യമല്ലേ? ഒരു ഓത്ത് ഭംഗിയാകുക എത്ര വലിയ കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ അതൊക്കെ ഒന്ന് ചെയ്തൂടെ? ആവശ്യമില്ലാത്ത വർത്താനൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഓത്ത് പഠിക്കുക. എന്നിട്ട് മധുര മനോഹരമായ ഖുർആനോട് ശീലിക്കുക. അവനെ ഓത്ത നല്ല എന്തിനൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കുടുംബശ്രീ മറ്റൊക്കെ ആവശ്യമില്ലാത്ത എന്തിനൊക്കെ കൂടുന്നുണ്ട് മനുഷ്യന്മാര്. ഇങ്ങനെ തന്നെ ചെയ്തുകൂടെ? ഒരു 10 പുരക്കാർ കൂടിയിട്ടൊന്ന് അന്വേഷിച്ചു. ഞങ്ങൾക്ക് ഏതായാലും ഒരു ഒഴിവുള്ള കാലാണ്, ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിലും മദ്രസയിലൊന്നും കുട്ടികൾക്ക് പെട്ടെന്ന് ചോറുണ്ടാക്കി ഓടിക്കുക, അതൊന്നും പ്രശ്നമില്ല. കുറച്ചൊരു ഒഴിവുള്ള സമയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു നല്ല ഓത്തറിയുന്ന പെണ്ണിനെ കിട്ടിയാൽ നല്ല പോലെ ഒന്ന് ഓത്ത് പഠിക്കുന്നു. അപ്പൊ ഒരു പെണ്ണിനെ ഉയർത്തി അതിന് ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ അതൊക്കെ ഇന്ന് കിട്ടാനുണ്ട്. പെണ്ണുങ്ങൾക്ക് ഓത്ത് പഠിപ്പിക്കാൻ നല്ല തജ്വീദോട് കൂടി ഓത്ത് പഠിപ്പിക്കുന്ന പെണ്ണുങ്ങൾ മലബാറിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നല്ല നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നില്ലേ പറഞ്ഞത്? മനസ്സിലാണല്ലോ. അപ്പൊ ഒരു പുരക്കാർ എന്ത് ചെയ്തു എന്നറിയോ? ഒരു പെണ്ണിനെ 10 ദിവസത്തിന് പോയി, ഒരു 15 ദിവസത്തിന് പോയി അത് ഏൽപ്പിച്ചു. അത് അവര് മഹറമായ ആളെയും കൊണ്ട് ഒരു കാറിൽ വന്ന് പോകുന്നു. അതിനുള്ള സൗകര്യം നമ്മൾ ഇനിയിപ്പോൾ ഒരു 10,000 റുപ്യ ചെലവായി, 20,000 റുപ്യ ചെലവായി, ആയിക്കോട്ടെ. 2-4 മണിക്കൂർ അവരിവിടെ വന്ന് ഓത്ത് പഠിപ്പിക്കുന്നു. അവർ 10, 15, 20 ദിവസം അവർ വന്നു പോയപ്പോൾ നമുക്കൊരു 20,000 റുപ്യ ചെലവായി, അല്ല 30,000 റുപ്യ ചെലവായി, അല്ല 50,000 റുപ്യ ചെലവായി.
നമുക്ക് സ്വർഗം കിട്ടി, അവർക്ക് 50,000 ഉറുപ്പിക കിട്ടി, നമുക്ക് സ്വർഗം കിട്ടി. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പറഞ്ഞത്? അല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ഈ രാഷ്ട്രീയക്കാർ ഇടക്കിടക്ക് ഈ കൊടി കുത്തിനെ കണ്ടാൽ തന്നെ അറിയാം അടുത്തെന്തോ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു അനങ്ങൂല, ഉറങ്ങിങ്ങനെ കിടക്കും. തെരഞ്ഞെടുപ്പുണ്ട്, ആവുന്നുണ്ട് എന്ന് കണ്ടാൽ എല്ലാവരും ഒന്ന് പൊടി തട്ടി ചാടും, കൊടിയൊക്കെ ഒന്ന് കുത്തും, അവിടെ കുത്തും ഇവിടെ കുത്തും. എന്തുകൊണ്ട്? ഇതൊന്ന് ഉഷാറാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വോട്ട് കുറയും. സ്വർഗത്തിലേക്കുള്ള വോട്ടെടുപ്പിന്റെ മാസമാണ് ഏത്? എന്താണ് എന്റെ നാട്ടുകാരെ, റമദാൻ മാസം വരികയല്ലേ? അപ്പൊ ഒന്ന് കൊടി പുറത്തെടുത്തൂടെ? ആ കൊടി പുറത്തെടുക്കേണ്ട മാസമാണ് ഏത്? റജബും ശഅബാനും. എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോ നല്ല സന്ദർഭമല്ലേ, നല്ല കാലല്ലേ, ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ? ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാല് വലിയ നേട്ടം കിട്ടും. പെണ്ണുങ്ങള്, അതൊക്കെ പെണ്ണുങ്ങള്. അങ്ങനെ ആൺകുട്ടികളെ വാപ്പ ഏട്ടന്മാര് കൂടി എന്ത് ചെയ്യാ? പള്ളികളിലേക്ക് എല്ലാ വക്തിനും കൊണ്ടുപോയി അവർക്ക് ജമാഅത്ത് ശീലിക്കും. പിന്നെയോ ഉസ്താദിനെ കൊണ്ട്, ഉസ്താദിന് അഡീഷണൽ പൈസ കൊടുത്താലും വേണ്ടില്ല. കുട്ടികൾക്ക് ഒരു 1-2 ക്ലാസ്, രാവിലെ ഒരു ക്ലാസ്സും ഇശാ മഗ്‌രിബിന്റെ ഒരു ക്ലാസ്സും എല്ലാ കുട്ടികൾക്കും. നാളെ പരീക്ഷയാണ്, മറ്റന്നാൾ പരീക്ഷയാണ്, പഠിക്കാണ്ട് നിന്നോ ഇനി ഈ 2 മാസം പറയില്ല അല്ലേ? ഏപ്രിൽ മെയ് 2 മാസം ആകുമ്പോൾ 55 ദിവസം എങ്ങനെയാലും കിട്ടും. ആ 55 ദിവസം കൊണ്ട് പള്ളിയിലെ ഉസ്താദിന് നല്ല ശമ്പളം, അഡീഷണൽ ശമ്പളം വെച്ചു കൊടുക്കുക. നിസ്കാര പള്ളിയിലെ ഇമാമിനെയും ചെയ്യക്കൊണ്ട് ചെയ്യും. അദ്ദേഹത്തിന് അത്യാവശ്യം ദീനെ അറിയുന്ന ഒരു മൂല്യരായ മതി. കുട്ടികൾക്ക് എന്ത് ചെയ്യുക? ഒരു ഫിഖ് പഠിപ്പിക്കുക, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ അതിനൊക്കെ ഒന്ന് അധ്വാനിക്കും മനുഷ്യന്മാരെ. അതൊക്കെ എല്ലാവർക്കും ഈ കമ്മിറ്റിക്കാരൊന്നും ഉണർന്നാൽ നടക്കൂലേ? നല്ല കാര്യല്ലേ? നാട്ടിലെ ചെറുപ്പക്കാർ 10 ആൾ കൂടി, SKSF-ന്റെ പ്രവർത്തകന്മാർ 10 ആൾ കൂടി, SYS-ന്റെ പ്രവർത്തകന്മാർ 10 ആൾ കൂടി, നിസ്കാരപ്പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി ഒന്നൊരുമിച്ച് കൂടി. ഈ ഏരിയയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, മദ്രസയിൽ വരുന്നില്ല, എന്നാൽ അവർക്ക് ദീനി ബോധം ഇപ്പോൾ ഇല്ല. അപ്പൊ അതൊന്ന് ശരിയാക്കി. പിന്നെ അവർക്കൊരു അഖ്ലാഖ് പഠിപ്പിച്ചു. ബാപ്പ ആരാണ്, ഉമ്മ ആരാണ്, ബാപ്പാന്റെ സ്ഥാനമെന്ത്, ഉമ്മാന്റെ സ്ഥാനമെന്ത്, എന്താണ് ശറഅ്, ബാപ്പാന്റെ പറ്റി പറഞ്ഞത് അവർ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ബാപ്പാനെ പറ്റി അറിയൂല, ഉമ്മാനെ പറ്റി അറിയൂല. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന ബോധം. വലിയ വലിയ പോത്തിന്റെ അത്ര വലിപ്പുള്ള പെണ്ണുങ്ങൾക്ക് വരെ അറിയൂല. ഉമ്മയാണ് ഖിദ്മത്ത് ചെയ്യേണ്ടതെന്ന വിചാരം. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇടക്കിടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളെ നല്ല ബോധവൽക്കരണം നടത്തുക. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടെ കൂടെ എടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അതൊക്കെ ശീലിച്ചാൽ അതിനൊക്കെ കഴിഞ്ഞാലും സമയം ബാക്കിയുണ്ടാവും. എന്ത് കഴിഞ്ഞാലും സമയം ബാക്കിയുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.